ഹായ് എവറി വൺ, വെൽക്കം ബാക്ക്. ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് പലിശയൊന്നുമില്ലാതെ 50,000 രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന RBI അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു NBFCയെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വായ്പ ആർക്കൊക്കെയാണ് ലഭിക്കുക, എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ, ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കേണ്ടത്, ഇതിന്റെ പലിശ നിരക്ക് എത്രയാണ്, ഇതിന്റെ തിരിച്ചടവ് കാലാവധി എത്രയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് ഈ ഒരു വീഡിയോയിൽ പരിചയപ്പെടാനായിട്ട് സാധിക്കും. ലോൺ അത്യാവശ്യമുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട്. നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങളൊന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഒന്നും ആനുകൂല്യങ്ങൾ പലപ്പോഴും ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ലഭിക്കാറുമില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും, അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പല തരത്തിലുള്ള ലോൺ സ്കീമുകളുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും, കൂടാതെ വിവിധ തൊഴിലവസരങ്ങളെ കുറിച്ചൊക്കെ അറിയുന്നതിനും നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം. പലിശയൊന്നുമില്ലാതെ 50,000 രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന കമ്പനിയുടെ പേരാണ് ക്യാപിറ്റൽ ട്രസ്റ്റ്. അപ്പോൾ ഈ ഒരു കമ്പനിയാണ് ഈ ഒരു വായ്പ നൽകുന്നത്. നമുക്ക് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് ഇതിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കാം. നമുക്ക് നേരെ എന്ത് ചെയ്യാം, ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം. ഇത് ഗൂഗിൾ ബ്രൗസറാണ്. നമ്മളുടെ ക്യാപിറ്റൽ ട്രസ്റ്റ് ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെയായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവരുടെ വെബ്സൈറ്റും വന്നിട്ടുണ്ട്. www.capitaltrust.in എന്നാണ്. നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് വഴി ഇതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് കയറിയിട്ട് അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമ്മൾ പറയുന്ന കാര്യങ്ങൾ സത്യമാണോ എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നമുക്കിവിടെ എന്ത് ചെയ്യാം, ക്യാപിറ്റൽ ട്രസ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു പേജിലേക്കാണ് വരുന്നത്. യുവർ ഡ്രീംസ് അവർ മിഷൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾ ഞങ്ങളുടെ ദൗത്യം. ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ക്യാപിറ്റൽ ബിസിനസ് ലോൺസ് എന്ന് പറയുന്നൊരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു ഏറ്റവും ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അതിൽ കൊടുത്തിട്ടുണ്ട്. ലീഗൽ അഡ്വൈസർ ഇൻഫർമേഷനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കോൺടാക്ട്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലോണായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയമോ മറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇവിടെ കൊടുത്തിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ അല്ലെങ്കിൽ ഒരു കോൺടാക്ട് അഡ്രസ്സ് അടക്കം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ജനറൽ ക്വയറീസ് നമ്പറോട് കൊടുത്തിട്ടുണ്ട്. കസ്റ്റമർ കെയർ നമ്പറോട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ കംപ്ലൈൻറ്റ് നമ്പറോട് കൊടുത്തിട്ടുണ്ട്. ഇൻവെസ്റ്റർ ഇൻക്വയറീസ് മെയിൽ ID ഇവിടെ കൊടുത്തിട്ടുണ്ട്. HR നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അവർ കമ്പനി അബൌട്ട് അസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മറ്റു കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തായിട്ടുണ്ട്. ഇവരുടെ പ്രൊഡക്റ്റ്, 2 പ്രൊഡക്റ്റാണുള്ളത്. ഒന്ന് ക്യാപിറ്റൽ ബിസിനസ് ലോണ്, മറ്റൊന്ന് ക്യാപിറ്റൽ സാലറി അഡ്വാൻസും. അപ്പോൾ ക്യാപിറ്റൽ ബിസിനസ് ലോണിനെ കുറിച്ച് നമുക്ക് ആദ്യം നോക്കാം. അതിനുശേഷം എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ് ഒന്നുമില്ലാതെ, പലിശ ഇല്ലാതെ 50,000 രൂപ വരെ വായ്പ നൽകുന്ന സാലറി അഡ്വാൻസ് ലോണും ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യാം, ആദ്യം ക്യാപിറ്റൽ ബിസിനസ് ലോൺ എന്താണെന്ന് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ബിസിനസ് ലോൺ എന്ന് പറയുന്നത് 18 മാസത്തെ തിരിച്ചടവ് കാലാവധി 75,000 രൂപ വരെയാണ് ഇവർ നൽകുന്നത്. 30,000 രൂപ മുതൽ 75,000 രൂപ വരെ. 12 മാസം മുതൽ 18 മാസം വരെയാണ് തിരിച്ചടവ് കാലാവധി. ഇൻട്രസ്റ്റ് റേറ്റ് വരുന്നത് 32% മുതലാണ്. മന്ത്ലിയാണ് മന്ത്ലിയാണ് ഇതിൻ്റെ EMI ആയിട്ട് വരുന്നത്. പ്രോസസ്സിംഗ് ഫീസ് സ്റ്റാർട്ടിങ് 2% വരുന്നുണ്ട്. പെനാൽ ചാർജ് 5% പെർ മന്ത് വരുന്നുണ്ട്. ഫോർക്ലോഷർ ചാർജ് 5% പ്ലസ് GST വരുന്നുണ്ട്. ചെക്ക് ബൗൺസ്, നാച്ച്, അതുപോലെ തന്നെ ചെക്ക് റിട്ടേൺ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, 500 രൂപ പെർ ബൗൺസ്. നമ്മളിപ്പം ചെക്കൊക്കെ റിട്ടേൺ ആകുകയാണെങ്കിൽ ഓരോ മാസവും റിട്ടേൺ ആകുന്ന ഓരോ മാസവും 500 രൂപ വെച്ച് നമ്മൾ അടയ്ക്കേണ്ടി വരും. അപ്പോൾ ഇതാണ് എന്ത്, ഇവരുടെ ബിസിനസ് ലോൺ. ഇനി ക്യാപിറ്റൽ സാലറി അഡ്വാൻസ് ലോൺ എന്ന് പറയുന്ന ലോൺ ഉണ്ട്. ആ ലോണിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 50,000 രൂപ വരെ നമുക്ക് 12 മാസം, ഒരു വർഷ തിരിച്ചടവ് കാലാവധിയിൽ പലിശ ഇല്ലാതെയാണ് ഇവർ നൽകുന്നത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ഒരു കമ്പനി RBI അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. RBI അപ്രൂവൽ ചെയ്യാത്ത ഒരു കമ്പനിയിൽ നമുക്ക് എന്ത് ചെയ്യരുത്, ലോൺ എടുക്കാൻ പാടില്ല. ഒരുപാട് തട്ടിപ്പ് സംഘങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ ഏതൊരു കമ്പനിയിൽ നിന്ന് ലോൺ എടുക്കുന്ന സമയത്ത് മുമ്പ് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത്, നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം അല്ലെങ്കിൽ ബാങ്ക്, NBFC ആപ്ലിക്കേഷൻ ഒക്കെ ലോൺ എടുക്കുന്നതിന് മുമ്പ് നോക്കേണ്ടത് ഈ പറയുന്ന കമ്പനി RBI അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്നാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഇവരുടെ ലിസ്റ്റ്, NBFC ലിസ്റ്റിൽ ഈ ഒരു കമ്പനി ഉണ്ടോ നമുക്ക് നോക്കാം. ഈ കാണുന്നതാണ് RBIയുടെ NBFC ലിസ്റ്റാണിത്. ഇതിൽ ഏകദേശം 9,000-ന് മുകളിൽ NBFCകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഈ ഒരു കമ്പനി, ഈ ഒരു ലിസ്റ്റിൽ നമ്മൾ ഇന്ന് ചെക്ക് ചെയ്യുന്ന ലോൺ ആപ്ലിക്കേഷൻ ഉണ്ടോ നമുക്ക് നോക്കാം. ക്യാപിറ്റൽ ട്രസ്റ്റ് എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. ക്യാപിറ്റൽ ട്രസ്റ്റ്.
ക്യാപിറ്റൽ ട്രസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്ത സമയത്ത് 509ാമത്തെ റോയിലായിട്ട് ക്യാപിറ്റൽ ട്രസ്റ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ഇവിടെ വന്നിട്ടുണ്ട്. ന്യൂഡൽഹി ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ്. ഇവരുടെ അഡ്രസ്സ് ഈ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ RBI അപ്രൂവൽ ചെയ്തിട്ടുള്ളൊരു ധനകാര്യ സ്ഥാപനം തന്നെയാണ് ക്യാപിറ്റൽ ട്രസ്റ്റ്. നമുക്ക് നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെ വരാം. വെബ്സൈറ്റിലേക്ക് വരുന്ന സമയത്ത് ഇവരുടെ പ്രൊഡക്റ്റ് ക്യാപിറ്റൽ സാലറി അഡ്വാൻസ് ആണ്. അതിന് താഴെയായിട്ട് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇവരുടെ ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ ഇവരുടെ ആപ്ലിക്കേഷൻ ജസ്റ്റ് ഓപ്പൺ ചെയ്യാം. അങ്ങനെ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ക്യാപിറ്റൽ കണക്റ്റ് എന്നാണ് ഇതിൻ്റെ ആപ്ലിക്കേഷൻ്റെ പേര്. ക്യാപിറ്റൽ കണക്റ്റ് താഴോട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാം, ഇവരുടെ ആപ്ലിക്കേഷന് താഴെയായിട്ട് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 1 സ്റ്റാർ റേറ്റിംഗിൽ, അതുപോലെ തന്നെ 2 സ്റ്റാർ റേറ്റിംഗിലൊക്കെ ഒരുപാട് പിന്നെ അഭിപ്രായങ്ങൾ ഓരോരുത്തർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. ആർക്കും ദുരനുഭവങ്ങളൊന്നും ഇല്ല എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യാം, ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാം. അപ്പോൾ മുകളിലോട്ട് വന്നു കഴിഞ്ഞാൽ 1,00,000 ഡൗൺലോഡ്സ് ആണുള്ളത്. റേറ്റഡ് ഫോർ 3+, അതുപോലെ തന്നെ 4.3 സ്റ്റാർ, അതുപോലെ തന്നെ 3.64K റിവ്യൂസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എബൌട്ട് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇത് അപ്ഡേറ്റ് ചെയ്തത് ജൂൺ 2024 ജൂൺ 24, 2024 ഇത് അപ്ഡേറ്റ് ചെയ്തത്. നമുക്ക് എബൌട്ട് ദിസ് ആപ്പ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ എല്ലാ വിശദാംശങ്ങളും ചെയ്തിട്ടുണ്ട്, ഈ ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ക്യാപിറ്റൽ കണക്ട് ഇസ് ആൻ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ആപ്പ് സാലറിഡ് പ്രൊഫഷണൽസ് ഓഫറിംഗ് പേഴ്സണൽ ലോൺസ് റേഞ്ചിങ് ഫ്രം 1000 രൂപ മുതൽ 50,000 രൂപ വരെയാണ് ചെയ്യുന്നത്. ഇവർ വായ്പ നൽകുന്നത്, ഇൻസ്റ്റൻ്റ് ആയിട്ട് പേഴ്സണൽ ലോൺ നൽകുന്നത്. ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ക്യാപിറ്റൽ സാലറി അഡ്വാൻസ്, ഇൻസ്റ്റൻറ്റ് പേഴ്സണൽ ലോൺ ക്രെഡിറ്റ് ലൈൻ. അപ്പോൾ സാലറിഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വായ്പ നൽകുന്നത്. എന്ന് വെച്ചാൽ പ്രൈവറ്റ് കമ്പനിയിൽ, ഗവൺമെൻറ് സെക്ടറിലൊക്കെ ജോലി ചെയ്യുന്ന ആർക്കും എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കും. പക്ഷേ സാലറി വാങ്ങണം. മന്ത്ലി ഒരു നമ്മളെ അക്കൗണ്ടിൽ ബാങ്ക് വഴി സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് എന്ത് ചെയ്യുന്നത്, ഇവർ ഈ ഒരു വായ്പ നൽകുന്നത്. പിന്നെ ആനുവൽ പെർസെൻറ്റേജ് റേറ്റ് 48% കൂടെ കൊടുത്തിട്ടുണ്ട്. ടെന്യൂർ 12 മാസം, തിരിച്ചടവ് കാലാവധി 1 വർഷമാണ്. കൺവീനിയൻസ് ഫീസായിട്ട് 4%, വിഡ്രോവൽ ചെയ്യുന്ന സമയത്ത് 4% നമ്മൾ കൊടുക്കേണ്ടി വരും. 1 ടൈം സെറ്റപ്പ് ഫീസായിട്ട് 100 രൂപ ആപ്ലിക്കബിൾ ഓൺ ഫസ്റ്റ് വിഡ്രോവൽ. 100 രൂപ നമ്മൾ എന്ത് ചെയ്യണം, 1 ടൈം സെറ്റപ്പ് ഫീസായിട്ട് നമ്മൾ നൽകേണ്ടതായിട്ടുണ്ട്. പലിശ നിരക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്, 0% ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് 0%. ഓട്ടോമാറ്റിക് റീഇൻസ്റ്റേറ്റ്മെന്റ് ഓഫ് ക്രെഡിറ്റ് ലൈൻ ഓൺ റീപേയ്മെന്റ്. ഫ്ലെക്സിബിൾ റീപേയ്മെന്റ് ഓപ്ഷൻ ത്രൂ വേരിയസ് പേയ്മെന്റ് മെത്തേഡ്സ്. കംപ്ലീറ്റ്ലി പേപ്പർലെസ് പ്രോസസ്സ്, യാതൊരു പേപ്പർ വർക്കുകളും ഇല്ല, എല്ലാം ഡിജിറ്റലായിട്ടാണ്. ഇൻസ്റ്റന്റ് ട്രാൻസ്ഫർ ഓൺ ദ ലോൺ എമൗണ്ട് ടു യുവർ ബാങ്ക് അക്കൗണ്ട്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഈ ഒരു തുക കൈമാറുന്നതാണ്. അതുപോലെ തന്നെ 24 hours 7 days, ഒരാഴ്ചയിൽ 24 മണിക്കൂർ എന്ത് ചെയ്യുന്നവർ പ്രവർത്തിക്കുന്നതാണ്. പിന്നെ റെഗുലർ ഇൻക്രീസ് ഓൺ ക്രെഡിറ്റ് ലൈൻ സാറ്റിസ്ഫാക്ടറി റീപേയ്മെന്റ്. താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ലോണിന് വേണ്ടിയുള്ള എലിജിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ, സാലറിഡ് പ്രൊഫഷണൽസ് എബവ് 21 years ഓഫ് ഏജ്, 21 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആളുകൾക്കാണ് എന്ത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത്. മിനിമം നെറ്റ് മന്ത്ലി സാലറി 15,000 രൂപ, 15,000-ന് മുകളിൽ സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് എന്ത് ഇവർ ഈ ഒരു വായ്പ നൽകുന്നത്. സാലറി മസ്റ്റ് ബി ക്രെഡിറ്റ് ത്രൂ ബാങ്ക്, ഡയറക്റ്റ് ബാങ്ക് ട്രാൻസ്ഫർ ഓൺലി. ബാങ്ക് വഴി സാലറി വാങ്ങുന്ന ആളുകൾക്കാണ് എന്ത് ഇവർ വായ്പ നൽകുന്നത്. പിന്നെ അതുപോലെ തന്നെ വാലിഡ് ഡോക്യുമെന്റ്സ് റിക്വയർഡ്. ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് നമ്മൾ എന്തൊക്കെ രേഖകളാണ് ഹാജരാക്കണം നമുക്ക് നോക്കാം. പാൻ കാർഡ്, ഐഡന്റിറ്റി ആൻഡ് അഡ്രസ് പ്രൂഫ്, 3 months ബാങ്ക് സ്റ്റേറ്റ്മെന്റ്. നിങ്ങൾ 3 മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ്. ഷോവിങ് സാലറി ക്രെഡിറ്റഡ്, നിങ്ങൾ ബാങ്കിൽ സാലറി ക്രെഡിറ്റ് ആവുന്ന ആ ഒരു പേജാണ് വേണ്ടത് 3 മാസത്തെ. പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ സാമ്പിൾ ലോൺ കാൽക്കുലേറ്റർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. സാമ്പിൾ ഫോർ എക്സാമ്പിൾ ആണിത്. ക്രെഡിറ്റ് ലൈൻ എമൗണ്ട് നമ്മൾ 5,000 രൂപ നമ്മൾ ലോൺ എടുക്കാമെന്ന് വിചാരിക്കുക 1 വർഷത്തേക്ക്. അങ്ങനെയാണെങ്കിൽ കൺവീനിയൻസ് ഫീസായിട്ട് 4% നമ്മൾ കൊടുക്കണം. 1 ടൈം സെറ്റപ്പ് ഫീസായിട്ട് 100 രൂപ കൊടുക്കണം. ഇൻട്രസ്റ്റ് റേറ്റ് 0 ആണ്. ടോട്ടൽ കൺവീനിയൻസ് ഫീസ് 200 രൂപ നമ്മൾ കൊടുക്കണം. ടോട്ടൽ റീപേയബിൾ എമൗണ്ട്, വിഡ്രോവൽ എമൗണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 5,300 നമ്മൾ എന്ത് ചെയ്യണം, അടയ്ക്കേണ്ടി വരും. 5,000 രൂപ എടുത്ത ഒരാൾക്ക് 5,300 രൂപ നമ്മൾ തിരിച്ചടയ്ക്കണം. അത് പല ഫീസുകൾ 300 രൂപ നമ്മൾ എന്ത് ചെയ്യണം, എക്സ്ട്രാ അടയ്ക്കണം 5,000 രൂപ എടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, വെബ്സൈറ്റ് അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഹെൽപ്പ് ലൈൻ, കണക്റ്റ് ആപ്പ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, താഴോട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ലോൺ അത്യാവശ്യമുള്ള ആളുകൾ മാത്രം ലോൺ എടുക്കുക. ലോണിന് ഒരു കാരണവശാലും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, പ്രോത്സാഹിപ്പിക്കുന്നില്ല. അത്യാവശ്യ ഘട്ടങ്ങളിലുള്ള ആളുകളുണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല, തിരിച്ചടവ് കൃത്യമായിരിക്കണം. അങ്ങനെ തിരിച്ചടവിൽ മുടക്കം വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും. പിന്നീട് നിങ്ങൾക്ക് ഒരു സ്ഥലത്തുനിന്ന് ലോൺ കിട്ടാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും.
അപ്പോൾ നിങ്ങൾ ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല. ലോൺ എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ട് തിരിച്ചടയ്ക്കാൻ കഴിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നു വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളെല്ലാം കമന്റായി രേഖപ്പെടുത്തുക. അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിൽ, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഭാഗം എനേബിൾ ചെയ്യുക. എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവായ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം എന്ന വിശ്വാസത്തോടു കൂടി തൽക്കാലം വിട പറയുന്ന മറ്റാരുമല്ല, നിങ്ങളുടെ സ്വന്തം റിയാസ് കാലിക്കറ്റ്.